ആകാശുണ്ട്, കടമ്പുഴ രാജീവ് ചന്ദ്രശേഖരൻ നമ്മളോടൊപ്പം തത്സമയം അതിഥിയായി ചേരുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, വളരെ തിളക്കമാർന്ന ഒരു വിജയമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ BJP നേടിയിരിക്കുന്നത്. താങ്കളുടെ ആത്മവിശ്വാസം അത് ശരിയാണ് എന്ന് ഈ വോട്ടെടുപ്പിന്റെ ഫലം വരുമ്പോൾ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണം എന്താണ്? അല്ല, ഞങ്ങളുടെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ആണ് ഈ മൊത്തം സ്റ്റേറ്റിൽ, ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും പിടിച്ചു. അത് ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ, അത് പിടിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടിനെ സ്വീകരിച്ചു, പിന്തുണ തന്നു. അത് വളരെ സന്തോഷമുണ്ട്. പക്ഷേ നല്ലൊരു ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് BJP NDAക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇലക്ഷനിൽ. ഈ തിരുവനന്തപുരത്തിന് പുറത്തുള്ള പെർഫോമൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുക? ഒന്ന്, പന്തളം മുനിസിപ്പാലിറ്റി നഷ്ടമായി, പാലക്കാട് കൂടുതൽ സീറ്റുണ്ട്, തൃപ്പൂണിത്തുറയിലും കൂടുതൽ സീറ്റുണ്ട്, 25 പഞ്ചായത്തുകളിലാണ് NDA വിജയിച്ചിരിക്കുന്നത്. ഇത് കണക്ക് കൂട്ടിയതിന് അത്രയും തന്നെയാണോ അതോ കുറഞ്ഞുപോയോ? അതിനെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം 25%, 25% വോട്ട് പിടിക്കാനായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഡേറ്റ വരട്ടെ, ഇന്നും നാളെയും അത് കൃത്യമായി നമുക്ക് മനസ്സിലാവും എന്താണ് ഞങ്ങളുടെ വോട്ട് ഷെയർ. വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. എത്രയോ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഞങ്ങൾ ഒരു പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് കണ്ടാലോ, കൊല്ലത്തിലും എല്ലാം നല്ല പെർഫോമൻസ് ആയിട്ട് BJP NDAൻ്റെ മുന്നണി ജനങ്ങൾ പിന്തുണ തന്നിട്ടുണ്ടെന്ന് അത് കൃത്യമായി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ചാട്ടം ഈ ഇലക്ഷനിൽ വന്നിട്ടുണ്ട്. ഇത് ലോക്കൽ ബോഡി ഇലക്ഷൻ ആയിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതിനുവേണ്ടി 6 മാസം അധ്വാനിച്ചു. അതിൻ്റെ ഫലങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര ആണ്, എവിടെ വീഴ്ച വന്നിട്ടുണ്ട്, എവിടെയാണ് കുറച്ച് കിട്ടാത്ത വോട്ട് നമുക്ക് കിട്ടിയില്ല, അതെല്ലാം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നെയും പറയാം. അല്ല, ഈ തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ ലോക്സഭാംഗം സുരേഷ് ഗോപിയുടെ വിജയം കൊണ്ട് വലിയ തിളക്കമുണ്ടായ സ്ഥലമായിരുന്നല്ലോ. ദേശീയ തലത്തിൽ തന്നെ BJPക്ക് സംസ്ഥാന ഘടകത്തിന് അഭിമാനമുള്ള സ്ഥലമായി മാറി. പക്ഷേ തൃശ്ശൂരിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പല നേതാക്കൾക്കും തോന്നുന്നു. തൃശ്ശൂരിൽ എന്ത് പറ്റി? അല്ല, അത് പഠിക്കണം. അത് ഇന്നിപ്പോൾ അത് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അതിന് ഡേറ്റ മൊത്തം കിട്ടിയിട്ടില്ല. ഞങ്ങൾ എവിടെയാണ് നമ്മുടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, പിന്നെ അവിടെ ലെഫ്റ്റും കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളായിരുന്നോ, അവിടെ എന്തെങ്കിലും അവർ കളിച്ചോ, അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ